യെല്ലോ അലർട്ടാണ് എങ്കിൽ പോലും കൊച്ചിയിൽ ഇന്ന് രാവിലെ ഒരു അല്പം മഴ പെയ്തു എന്നതൊഴിച്ചാൽ ഇപ്പോൾ ആകാശം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ നമുക്ക് മഴ മേഘങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു 3-4 ദിവസം ഇതായിരുന്നില്ല സ്ഥിതി. ശക്തമായ കാറ്റും മഴയുമായിരുന്നു. ഒരുപാട് മരങ്ങൾ എറണാകുളത്ത് കടപുഴകി വീഴുകയൊക്കെ ചെയ്തു. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ഈ മരം വീണ് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസത്തിനിടയിൽ ഏതാണ്ട് 400ഓളം മരങ്ങളാണ് എറണാകുളത്ത് മാത്രം ഈ ഫയർഫോഴ്സ് റോഡിലേക്ക് വീണത് വെട്ടിമാറ്റിയത്. അത്തരത്തിൽ ശക്തമായ കാറ്റും മഴയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ മാറി. കഴിഞ്ഞൊരു 4-5 ദിവസത്തിന് ശേഷം ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇതുപോലൊരു തെളിഞ്ഞ അന്തരീക്ഷം ഇന്നാണ് കാണുന്നത്. എന്തായാലും മഴ മാറി വരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇടയ്ക്കിടെ നേരിയ പൊടി മഴകൾ പലയിടത്തുമുണ്ട്. കാലവർഷക്കെടുതി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലയിലൊക്കെ തന്നെ പലയിടത്തും കാലവർഷക്കെടുതി, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. മൂവാറ്റുപുഴയിൽ ഒരു കുടുംബത്തെ വീട്ടിൽ മുകളിൽ മരം വീണതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെയായി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. ആ വെള്ളം ഇനി ഇറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാലാവസ്ഥയാണ് എങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പലയിടത്തെയും വെള്ളം ഇറങ്ങുകയും ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയും ചെയ്യും. ജയലക്ഷ്മി. ശരി ശരി ബിനിൽ, കൊച്ചിയുടെ മഴയുടെ അളവിന്റെ കാര്യങ്ങളൊക്കെയാണ് ബിനിൽ പറഞ്ഞത്. ഇപ്പോൾ ചെറിയ രീതിയിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ല. മഴക്കെടുതിയും പക്ഷേ രൂക്ഷമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.